ഞാൻ സമ്മതിക്കൂല. നീ അപ്പോൾ എന്നോട് ഇവിടെ നിന്നോളാൻ പറഞ്ഞത് അടിമപ്പണി ചെയ്യിപ്പിക്കാനായിരുന്നല്ലേ? ഭദ്രന്റെ റൂമിൽ അവന് മുൻപിൽ ഇരുന്നു കൊണ്ട് അരവിന്ദ് പരിഭവത്തോടെ പറഞ്ഞു. നിനക്ക് എന്താടാ പ്രശ്നം? നീയല്ലേ പറഞ്ഞേ ഇവിടെ നിൽക്കാമെന്ന്? പറഞ്ഞു. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഞാനത് പറഞ്ഞു. എന്നും പറഞ്ഞ് നീ എനിക്ക് എന്തോന്നിനാ അക്കൗണ്ടിങ് സെക്ഷൻ തന്നത്? നിനക്കറിഞ്ഞൂടെ ഞാൻ കണക്കിൽ വീക്കാണെന്ന്? ഞാൻ വല്ല എക്സിക്യൂട്ടീവ് സെക്ഷനിൽ ഇരുന്നോളാം. ഭദ്രന്റെ ഗൗരവം കാണി ദയനീയമായി അരവിന്ദ് പറഞ്ഞു. ഏത്? ആ പെണ്ണുങ്ങളുടെ കൂടെയോ? ആ അത് പിന്നെ. ഏയ്, നീ എങ്ങനെ അറിഞ്ഞു? അവൻ്റെ കൂർപ്പിച്ച നോട്ടം കാണെ കണ്ണൊന്ന് ചുരുക്കിക്കൊണ്ട് അരവിന്ദ് ചോദിച്ചു. ഈ കാണുന്ന ക്യാമറയൊക്കെ ഫാഷന് വേണ്ടി വെച്ചേക്കുമല്ല. എനിക്ക് ഇവിടെ ഈ സിസ്റ്റത്തിൽ കാണാൻ പറ്റുമെല്ലാം. ഇന്നലെയും രാവിലെയുമായുള്ള നിന്റെ കൊഞ്ചലൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇവിടെ ഇരുന്ന്. തൻ്റെ ചുറ്റുമുള്ള ക്യാമറയിലേക്ക് ചൂണ്ടി മുന്നിലിരിക്കുന്ന ലാപ്പിലേക്കും കണ്ണുകൾ കാണിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു. നീ അവിടെ ഇരുന്ന് കാണ്. ഇപ്പോൾ ഇത് പറ. തന്നെ നോക്കി ചിരിയടക്കുന്ന വേണിയൊന്ന് കുറിപ്പിച്ചു നോക്കിക്കൊണ്ട് അവൻ വിഷയം മാറ്റാൻ എന്നോണം ഭദ്രനോട് പറഞ്ഞു. നീ എന്നാ ഇങ്ങോട്ടിരിക്കെ, ഞാൻ അക്കൗണ്ടിൽ പോയി ഇരിക്കാം. പിന്നെ എന്നിട്ട് വേണം ഞാൻ മീറ്റിങ്ങിന് പോയി മുടിയാൻ. സീറ്റിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഭദ്രൻ പറയുന്നത് കാണെ അരവിന്ദ് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ചുരുക്കം പറഞ്ഞ നിനക്ക് പണിയെടുക്കാൻ വയ്യ അല്ലേ? ആ അത് തന്നെ, മനസ്സിലായല്ലോ. പിന്നെ എന്തിനാടാ എന്നെ ഇട്ട് വായ്പാട്ടടിപ്പിക്കുന്നത്? അരവിന്ദ്, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്ക്. ഇവിടെ അക്കൗണ്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത കുറേ ക്യാഷ് പോയിട്ടുണ്ട്. നമ്മുടെ പ്രോജക്റ്റുകൾ പലതും ആരോ വഴിതിരിച്ച് വിടുന്നുമുണ്ട്. അത് ആരാ എന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ വേണം. മനസ്സിലായോ? ഗൗരവത്തിൽ ഭദ്രൻ വിഷയം പറഞ്ഞു കൊടുത്തു. തെണ്ടി പണി തന്നതാ. എവിടാ ക്യാബിൻ? പിറുപിറുത്തുകൊണ്ട് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അരവിന്ദ് ചോദിച്ചു. അങ്ങോട്ട് ഇറങ്ങിപ്പോയി അന്വേഷിക്കടാ. ഈ തെണ്ടിയം കൊണ്ട്. എന്താ? ഭദ്രന്റെ മറുപടി കേൾക്കെ ചാടിത്തുള്ളി പോയവൻ ഡോറിന് പുറത്തിറങ്ങുകയും വാതിലിന് പുറത്തു നിന്ന് പരുങ്ങുന്നവനെ കാണി സംശയത്തോടെ ചോദിച്ചു. അല്ല, അകത്തോട്ട് കയറാൻ. ഇങ്ങോട്ട് ആരും വരൂല. ഈ കഥകിൽ ദാ ഇങ്ങനെ കൊട്ടണം. കണ്ടോ? അവൾ പറയുന്നത് കേൾക്കെ കഥകിൽ ഒന്ന് കൊട്ടിക്കാണിച്ചുകൊണ്ട് അരവിന്ദ് പറഞ്ഞു. യെസ്, കമിൻ. ദാ കണ്ടോ? അപ്പോൾ ഇങ്ങനെയൊരു വൃത്തികെട്ട ശബ്ദം കേൾക്കും. അപ്പോൾ അകത്തേക്ക് പോണം. വാ. അകത്ത് നിന്ന് ഭദ്രന്റെ ശബ്ദം കേൾക്കെ അവളോട് പറഞ്ഞുകൊണ്ട് ഡോർ തുറന്ന് അവൻ അവൾക്കൊപ്പം അകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. എന്താടാ, നീ പോയില്ലേ? പുറത്തേക്ക് പോയവൻ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വരുന്നത് കണ്ട് ഭദ്രൻ അന്തിച്ചുകൊണ്ട് ചോദിച്ചു. നീയല്ലേ ഇപ്പോൾ അകത്ത് വായെന്ന് പറഞ്ഞത്? നീ എന്തിനാടാ കഥകിൽ കൊട്ടിയത്? അതുകൊണ്ടല്ലേ പറഞ്ഞേ? നെറ്റിയിൽ തടവിക്കൊണ്ട് ഭദ്രൻ ചോദിച്ചു. ദേ, ഈ പെണ്ണ് അകത്തോട്ട് വരാൻ അറിയാതെ നിന്നപ്പോൾ സഹായിച്ചതല്ലേ? അതിന് നീ എന്തിനാടാ അകത്തോട്ട് വന്നേ? അവൾ മാത്രം വരൂലേ? അവൻ്റെ മറുപടി കേൾക്കെ ഭദ്രൻ ദയനീയമായി ചോദിച്ചു. ഡാ, നീയല്ലേ അകത്തോട്ട്. ഇനി നീ മിണ്ടരുത്. പോയി പണിയെടുക്കടാ. അവൻ പറയാൻ വരുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ചൂണ്ടുവിരൽ ചൂണ്ടിവെച്ച് ഭദ്രൻ പുറത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. വിളിച്ചു വരുത്തി അപമാനിക്കുന്നു, തെണ്ടി. എന്താ കാര്യം? അരവിന്ദൻ്റെ പോക്ക് നോക്കിക്കൊണ്ട് അടുത്ത് നിന്നവളോടായി ഭദ്രൻ ചോദിച്ചു. സാർ, ഞാൻ വിബർണിക, മെഡിറ്ററേനിയൻ ഗ്രൂപ്പിൽ നിന്ന്. ഓ ഓക്കെ, ഇന്നലെ മെയിൽ വന്നിരുന്നു. സോ ഇന്നു മുതൽ ഇവിടെ കാണുമല്ലേ? ഇരിക്കെ. ആലോചനയോടെ എഴുന്നേറ്റ് സീറ്റിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു. അതെ സാർ, ഇനി ഇവിടെ കാണും. പ്രോജക്റ്റിൻ്റെ അപ്ഡേഷൻസ് നോക്കി പ്രോജക്റ്റ് പെട്ടെന്ന് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ. അവൻ്റെ മുൻപിൽ സീറ്റിലേക്ക് ഇരുന്നു കൊണ്ട് അവൾ വേണിയൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ, ചോദിച്ചു എന്നേ ഉള്ളൂ. വേണി, വിബർണികയ്ക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക് കേട്ടോ. അവളുടെ വേണിയിലേക്കുള്ള കൂർത്ത നോട്ടത്തിൽ പുരികമൊന്ന് ചുളിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു. ഓക്കെ സാർ, വരൂ. ഭദ്രനോട് തലയാട്ടിക്കൊണ്ട് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വിബർണികയ്ക്ക് മുന്നിൽ നടന്നുകൊണ്ട് വേണി പറഞ്ഞു. വേണി എന്നാണല്ലേ പേര്? മുന്നിൽ നടക്കുന്ന അവളുടെ ഒപ്പം എത്തിക്കൊണ്ട് ചിരി വരുത്തിക്കൊണ്ട് വിബർണിക ചോദിച്ചു. അതെ. എത്ര നാളായി ഇവിടെ ജോയിൻ ചെയ്തിട്ട്? കുറച്ച് ദിവസമായതേ ഉള്ളൂ. തന്നോട് ചിരിയോടെ സംസാരിക്കുന്ന അവളെ നോക്കി അതേ ചിരിയോടെ വേണി പറഞ്ഞു. ഞാനും. അതുകൊണ്ട് വേണിയുടെ ഹെൽപ്പ് എനിക്ക് അത്യാവശ്യമായി വേണം. ഉറപ്പായും. ദാ, ഇതാണ് മേഡത്തിനുള്ള ക്യാബിൻ. ഏയ്, വിബർണിക എന്ന് വിളിച്ചാൽ മതി. വേണിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി വന്നവൾ അവൾ ചൂണ്ടിയ ക്യാബിനകം മുഴുവൻ നോക്കിക്കൊണ്ട് വേണിക്ക് നേരെ കൈകൾ നീട്ടിയിരുന്നു. അതേ ചിരിയോടെ വേണിയുടെ കൈകളും തിരിച്ചു പൊങ്ങിയപ്പോൾ അവളുടെ മുഖത്തെ ഭാവം മനസ്സിലാക്കാൻ ആർക്കും പറ്റുമായിരുന്നില്ല. എന്താ?
ഡോർ തുറന്ന ശബ്ദം കേൾക്കെ വേണിയായിരിക്കുമെന്ന് പറഞ്ഞ് ചിരിയോടെ മുന്നിലേക്ക് നോക്കിയവൻ മുന്നിൽ നിൽക്കുന്നവരെ കാണെ ചിരി മാറ്റി ഗൗരവത്തോടെ ചോദിച്ചു, മോനെ, ഞാൻ അച്ചുവിൻ്റെ കാര്യം സംസാരിക്കാൻ. ഇവളുടെ എന്ത് കാര്യം? പറയാനുള്ളതൊക്കെ ഞാൻ ഇന്നലെ സംസാരിച്ചു കഴിഞ്ഞതാണല്ലോ. ഉഷാമയ്ക്ക് അടുത്ത് നിൽക്കുന്ന അച്ചുവിനെ ഒന്ന് അലസമായി നോക്കിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു, മോനെ, ഇങ്ങനെ ശത്രുക്കളെ കാണുന്ന പോലെ ഞങ്ങളെ കാണരുത്. ഞങ്ങൾ വേണിയുടെ അമ്മയും അനിയത്തിയുമാണ്. അതോർത്തെങ്കിലും മോനൊന്ന് വിട്ടുവീഴ്ച ചെയ്യണം. ഇത്രയും പൈസയ്ക്ക് ഞങ്ങൾ എവിടെ പോകും? പെറ്റമ്മയല്ലല്ലോ, രണ്ടാനമ്മ എന്ന് പറഞ്ഞാൽ മതി. വളർത്തമ്മ എന്ന് പറയാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല. നിങ്ങൾ വളർത്തിയതിൻ്റെ ഗുണമൊക്കെ എനിക്കറിയാം. മോനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. ഭദ്രൻ പറയുന്നത് കേൾക്കെ സമാധാനത്തിൽ ഉഷാമ പറഞ്ഞു, ഒരു തെറ്റായ ധാരണയുമില്ല. നിങ്ങൾ പോകാൻ നോക്ക്. അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് മോനെ, കഴിഞ്ഞതൊക്കെ ഓർത്ത് ഞങ്ങൾക്കിപ്പോൾ നല്ല വിഷമമുണ്ട്. അതുകൊണ്ടാ മോൻ്റെ ആലോചന വന്നപ്പോൾ ഞാൻ എതിർപ്പൊന്നും പറയാഞ്ഞത്. ഭദ്രൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നത് കാണെ തൻ്റെ കയ്യിൽ പിടിമുറുക്കുന്ന അച്ചുവിനെ നോക്കി കണ്ണടച്ച് കാണിച്ചുകൊണ്ട് ഉഷാമ സങ്കടത്തോടെ ഭദ്രനോട് പറഞ്ഞു, അതെയോ, ശരി, പശ്ചാത്താപമാണല്ലേ. അപ്പോൾ ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? ആ 3 കോടി ഒന്ന് ഒഴിവാക്കിയാൽ. ഭദ്രൻ്റെ അയഞ്ഞ മുഖം കാണെ ഉഷാമ ആവേശത്തോടെ പറഞ്ഞു, ഓ അതാണോ? അതിനാണോ നിങ്ങൾക്കിത്ര പാട്? അതിന് നിങ്ങൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. വേണിയുടെ അച്ഛൻ വേണിക്ക് മാറ്റിവെച്ച സ്വർണവും പൈസയും, പിന്നെ നിങ്ങളിപ്പോൾ താമസിക്കുന്ന വേണിയുടെ പേരുള്ള വീടും, പിന്നെ വേണിയുടെ പെറ്റമ്മയുടെ വീടും സ്ഥലവും അവൾ അറിയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുവല്ലേ. അതെല്ലാം അങ്ങ് എടുക്കൂ ഉഷാമേ. അപ്പോൾ 3 കോടി നിസാരമല്ലേ? നിങ്ങൾ പണിയെടുത്ത പൈസയൊന്നും അതിലില്ല. എനിക്ക് 3 കോടി കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ നിങ്ങൾക്ക് ലാഭമാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഡോറിലേക്ക് നോക്കി വേണി വരുന്നില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഭദ്രൻ ഗൗരവത്തോടെ പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. ഭദ്രൻ ഇതെങ്ങനെ അറിഞ്ഞു എന്ന ഞെട്ടലിൽ നിൽക്കുന്ന ഉഷാമയെയും കേട്ട വാർത്തയുടെ ഞെട്ടലിൽ നിൽക്കുന്ന അച്ചുവിനെയും ഒന്ന് നോക്കിക്കൊണ്ട് ചിരിയോടെ സീറ്റിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ഭദ്രൻ ചോദിച്ചു, നീ ഇത് എങ്ങനെ? പതറി നിന്ന ഉഷാമ സാരി തലപ്പ് കൊണ്ട് മുഖത്തെ വിയർപ്പ് ഒപ്പിക്കൊണ്ട് വിക്കി വിക്കി ചോദിച്ചു. ഇത് മാത്രമല്ലല്ലോ ഉഷാമേ, വേണിയെ സംബന്ധിച്ച എല്ലാ കാര്യവും എനിക്കറിയാം. എല്ലാം എന്ന് വെച്ചാൽ എല്ലാം. നേർത്ത ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഇരുന്നവൻ്റെ അവസാന വാക്കുകൾ അത്രയും കടുപ്പമേറിയതായിരുന്നു. വേണിക്ക്, അവൾക്ക് ഒന്നും അറിയില്ല. പക്ഷേ ഞാൻ അറിയിക്കും ഉടനെ. അതുകൊണ്ട് എത്രയും വേഗം ഞാൻ പറഞ്ഞത് നടന്നിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഉഷാമയ്ക്ക്. അവരുടെ പരിഭ്രമം കണ്ട് മുന്നിലെ ഗ്ലാസ്സിലെ വെള്ളം അവർക്ക് മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു, കുറെ കൂട്ടിയും കുറച്ചും ഗണിച്ചുമെല്ലാം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരുന്നതല്ലേ. ക്ഷീണം കാണും, നന്നായി കുടിക്ക്. ബാക്കിയുള്ളവരെ വെള്ളം കുടിപ്പിച്ചാൽ മാത്രം മതിയോ? ഇടയ്ക്ക് സ്വയം കുടിക്കണ്ടേ? ഭദ്രൻ നീട്ടിയ ഗ്ലാസ്സിലെ വെള്ളം ആർത്തിയോടെ കുടിക്കുന്ന ഉഷാമയെ നോക്കി പരിഹാസത്തോടെ ഭദ്രൻ പറഞ്ഞു, ഭദ്ര, വേണ്ട. നിന്റെ നല്ലതിനാവില്ല ഇത്. നിനക്കറിയില്ല എന്നെ. ആ, വെള്ളം കുടിച്ചപ്പോൾ ആൾ ഉഷാറായല്ലോ. അല്ലേലും ഇങ്ങനെ നിൽക്കണം. അല്ലാതെ ആറിയ ചായ പോലെ നിന്നാൽ കണക്കുകൾ വീട്ടാൻ എനിക്കൊരു ഉഷാറ് കാണില്ലെന്നേ. വീറോടെ തനിക്ക് നേരെ ചൂണ്ടുവിരൽ നീട്ടിക്കൊണ്ട് പറയുന്നവരെ കാണെ ഭദ്രൻ അതേ ചിരിയോടെ തന്നെ പറഞ്ഞു, പിന്നെ ഉഷാമ ആരാണെന്ന കാര്യം നിങ്ങളെ ഞാൻ അറിയുന്ന പോലെ ദാ ഈ നിൽക്കുന്ന നിങ്ങളുടെ മോൾക്ക് പോലും അറിയില്ല. മുന്നിൽ നടക്കുന്നത് എന്തെന്നറിയാതെ ഭദ്രനെയും ഉഷാമയെയും മാറി മാറി നോക്കി നിൽക്കുന്ന അച്ചുവിനെ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, നീ ഇവളെ വെച്ച് എന്നോട് എന്താ ഭദ്രേട്ടാ? ഉഷാമ ദേഷ്യത്തോടെ ഭദ്രനടുത്തേക്ക് പോവുകയും ഡോർ തുറന്ന് വേണി അകത്തേക്ക് വരികയും ചെയ്തത് ഒരുമിച്ചായിരുന്നു. ഒന്നുമില്ല വേണി, അച്ചുവിന് വേണ്ടി വക്കാലത്തുമായി വന്നതാ. തന്നെ തിരിഞ്ഞു നോക്കി നിൽക്കുന്ന ഉഷാമയെയും അച്ചുവിനെയും കടന്ന് തനിക്കരികിലേക്ക് ചേർന്നവളെ കാണെ ഭദ്രൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ. ബാക്കി വിവരം എന്നെ അറിയിച്ചാൽ മതി. വേണിയെയും ഭദ്രനെയും ഒരുമിച്ച് കാണെ ദേഷ്യത്തിൽ വേണിയെ നോക്കുന്ന അച്ചുവിനെയും വേണിയോട് ഭദ്രൻ എന്തെങ്കിലും പറയുമോ എന്ന ഭയത്തിൽ നിൽക്കുന്ന ഉഷാമയെയും നോക്കി വേണിയുടെ കയ്യിൽ നിന്ന് വിടാതെ തന്നെ സീറ്റിലേക്ക് ഇരുന്നു കൊണ്ട് ഭദ്രൻ പറഞ്ഞു, എന്താ ഭദ്രേട്ടാ, എന്താ കാര്യം? എന്തിനാ അവർ ഭദ്രേട്ടനോട് ദേഷ്യപ്പെട്ടത്? ധൃതിയിൽ പുറത്തേക്ക് പോകുന്ന ഉഷാമയെയും ധൃതിയോടെ തിരിഞ്ഞു നോക്കി പോകുന്ന അച്ചുവിനെയും നോക്കിക്കൊണ്ട് വേണി ഭദ്രനോടായി ചോദിച്ചു, ഞാനിപ്പോൾ പറഞ്ഞില്ലേ കാര്യം. അച്ചുവിന് വേണ്ടി വന്നതാ. ആ 3 കോടി മാറ്റി കൊടുക്കാൻ. വേറെ ഒന്നുമില്ല. താൻ അത് വിട്. എന്നിട്ട് ഇപ്പോൾ പോയി അത്യാവശ്യമുള്ള ജോലിയൊക്കെ ഒതുക്കി വെക്ക്.
ഉച്ച കഴിഞ്ഞ് നേരത്തെ ഇറങ്ങണം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പുറത്തു പോകണം. തന്നെ നോക്കി സംശയത്തോടെ നിൽക്കുന്നവളെ പിടിച്ച് മടിയിലായി ഇരുത്തിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു. എന്താടോ? മടിയിൽ ഇരുത്തിയിട്ടും ആലോചനയോടെ തന്നെ നോക്കി നിൽക്കുന്നവളെ കാണെ കവളിലൊന്ന് തട്ടിക്കൊണ്ട് ഭദ്രൻ ചോദിച്ചു. അത് പിന്നെ ഭദ്രേട്ടാ. ആ, ഭദ്രേട്ടൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. അവൾ പറയുന്നത് എന്താണെന്നറിയാൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ചിരിയോടെ ഭദ്രൻ പറഞ്ഞു. അത് അരവിന്ദേട്ടന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നിർബന്ധിക്കാൻ പോയതെന്തേ? ഭദ്രൻ എന്ത് വിചാരിക്കുമെന്ന് കരുതി തല താഴ്ത്തി വിക്കലോടെ വേണി പറഞ്ഞു. ഇതിനാണോ നീ ഇത്ര വിക്കിയത്? ഞാൻ വിചാരിച്ചു വല്ല ഉമ്മയും ചോദിക്കാനാണെന്ന്. ഡോ ഭാര്യേ, അവനെ കണക്കിലെ പുലിയാ. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്സിൽ ടോപ്പ് അവനായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ എക്സ്ട്രാ കോഴ്സായി അക്കൗണ്ടൻസി എടുത്ത് പഠിച്ചത് അവൻ മാത്രമാ. പിന്നെ ഇതവന് ഈയിടെയായി തുടങ്ങിയ മടിയുടെ ഭാഗമായി കൂട്ടിയാൽ മതി. കളത്തിലിറങ്ങുമ്പോൾ അവൻ അപ്ഡേറ്റ് ആയിക്കോളും. അതോർത്ത് എൻ്റെ ഭാര്യ ടെൻഷനാകണ്ട കേട്ടോ. അതേന്നേ. അതേയോ എന്ന ഭാവത്തിൽ അതിശയത്തോടെ നോക്കുന്നവളെ ഒന്നുകൂടി നെഞ്ചിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ഭദ്രൻ ചിരിയോടെ പറഞ്ഞു. ഇനി ഇങ്ങനെ ഇരുന്ന് എൻ്റെ കൺട്രോൾ കളഞ്ഞാൽ ഇന്നത്തെ പോക്ക് നടക്കില്ലേ കേട്ടോ. നെഞ്ചിലേക്ക് ചാഞ്ഞവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് ഒരു ചിരിയോടെ ഭദ്രൻ അവളിലേക്ക് മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അതെന്ത് പോക്കാ? എൻ്റെ ഉമ്മയെ അത്രയ്ക്ക് പേടിയാണോ? കുറച്ചുകൂടെ കിടക്ക് പെണ്ണേ, നല്ല സുഖമുണ്ട്. ഞാനിപ്പോൾ ഒന്നും ചെയ്യൂല, പോരെ? താൻ പറഞ്ഞത് കേൾക്കി നെഞ്ചിൽ നിന്ന് എഴുന്നേൽക്കാൻ പോയവളെ വലിച്ച് നെഞ്ചിലേക്ക് തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ഭദ്രൻ ചിരിയോടെ പറഞ്ഞു. അത് കേട്ടുകൊണ്ട് ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ അവൾ ഒന്നുകൂടി പതുങ്ങിയിരുന്നു. ഹലോ. ഓ, വന്നല്ലോ. ഇവന് വേറെ പണിയൊന്നുമില്ലേ? നമ്മുടെ പുറകെ കറങ്ങി നടക്കുന്നേ. ദൂരെ നിന്നും തങ്ങൾക്കരികിലേക്ക് വരുന്ന അരവിന്ദനെ നോക്കിക്കൊണ്ട് ശ്രേയ മായയോടായി ചെവിയിൽ പറഞ്ഞു. നീയൊന്നും മിണ്ടാതിരി ശ്രേയ. ആ, സാറിരിക്കെ. ശ്രേയോട് പറഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ അടുത്തെത്തിയ അരവിന്ദന് മുന്നിലെ സീറ്റിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മായ പറഞ്ഞു. ഇല്ലടോ, ഞാനൊരു കാര്യം ചോദിക്കാൻ. ഇന്നലെ പോസ്റ്റ് ആയില്ല എന്നല്ലേ പറഞ്ഞേ? ഏത് പോസ്റ്റ് കിട്ടി എന്നിട്ട്? സാറ് സഹായം ചോദിച്ചു വരുന്നവരെ വെറും കൈയോടെ വിടില്ല. ശ്രീമംഗലത്തുള്ളവരൊക്കെ അങ്ങനെയെന്നാ എല്ലാവരും പറയുന്നത്. പലരും അത് മുതലാക്കിയെടുക്കുകയായെന്ന് അവർക്കറിയില്ലല്ലോ. കാര്യം ചോദിക്കാൻ തുടങ്ങുന്നവനെ പറയാൻ സമ്മതിക്കാതെ പരിഹാസത്തോടെ ശ്രേയ ചോദിച്ചു. ആ, അതുകൊണ്ടാകും എനിക്കും ഒരു പോസ്റ്റ് കിട്ടി, അക്കൗണ്ടൻസിൽ. അവളുടെ പരിഹാസം കണ്ടിട്ടും ചിരിയോടെ തന്നെ അരവിന്ദ് പറഞ്ഞു. അക്കൗണ്ടൻസിലോ? അങ്ങനെ പെട്ടെന്ന് കണ്ട ഒരാളെ പിടിച്ച് അക്കൗണ്ടിൽ ഇരുത്തുക എന്ന് പറഞ്ഞാൽ സാറ് എന്ത് മണ്ടത്തരമാ കാണിച്ചേ? തന്നെ നോക്കി വേണ്ടെന്ന് കണ്ണടച്ച് കാണിക്കുന്ന മായയെ അവഗണിച്ചുകൊണ്ട് ശ്രേയ മുഖം ചുളിച്ചുകൊണ്ട് അരവിന്ദനോട് പറഞ്ഞു. തന്നെ നേരത്തെ പരിചയമുണ്ടായിട്ടാണോ ജോലിക്കെടുത്തത്? എന്നെപ്പോലെയാണോ താൻ? ഞാൻ സഹായം ചോദിച്ച് വന്നതല്ല ഇവിടെ. അപ്ലിക്കേഷൻ കൊടുത്ത് ഇൻ്റർവ്യൂ ലെറ്റർ കിട്ടി വന്നതാ. അരവിന്ദൻ്റെ ചോദ്യം കേൾക്കെ ഗമയോടെ കയ്യിലെ പേന കറക്കി കസേരയിലേക്ക് ചാഞ്ഞുകൊണ്ട് ശ്രേയ പറഞ്ഞു. അതെയോ, ഞാൻ അറിഞ്ഞില്ല. ക്ഷമിക്കണം മേഡം. മേഡം എല്ലാം തികഞ്ഞ ആൾ തന്നെയാ, സമ്മതിച്ചു. ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ പ്രിവിലേജ് ഗ്രൂപ്പിൻ്റെ ഫോളോ അപ്പ് മേഡമല്ലേ ചെയ്തിരുന്നത്? അതിൽ നിന്നും മേഡത്തിനെ മാറ്റിയിരുന്നില്ലേ? അത് പിന്നെ ഞാൻ. അത്രയും നേരം ഗമയോടെ പറഞ്ഞവൾ അരവിന്ദ് പറയുന്നത് കേൾക്കെ സീറ്റിൽ നിന്ന് നേരെ ഇരുന്നു കൊണ്ട് എന്ത് പറയണമെന്നറിയാതെ തപ്പിക്കളിക്കാൻ തുടങ്ങിയിരുന്നു. മേഡം കൂൾ, ഞാൻ അതല്ല ചോദിക്കാൻ വന്നത്. ഞാൻ പറയട്ടെ, ആ ഫോളോ അപ്പിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അയക്കണമെന്ന് പറയാൻ വേണ്ടിയായിരുന്നു. പറ്റിയാൽ ഇന്ന് തന്നെ അയക്കണം. അതിൽ കുറെ മിസ്മാച്ച് കാണുന്നുണ്ട്, അതിനായിരുന്നു. ശ്രേയയെ സമാധാനിപ്പിച്ചുകൊണ്ട് ചിരിയോടെ തന്നെ അതും പറഞ്ഞ് മായയെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നിരുന്നു. മനഃപൂർവ്വം പറഞ്ഞതാവൻ. അല്ലെങ്കിൽ പ്രിവിലേജ് ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ട് തരാൻ പറഞ്ഞാൽ പോരെ? എന്നെ മാറ്റിയ കാര്യം എടുത്ത് പറഞ്ഞത് എന്തിനാ? വിളറിയ മുഖം ഒന്ന് തുടച്ച് വെള്ളം കുടിച്ചുകൊണ്ട് ശ്രേയ മായയോട് ദേഷ്യത്തോടെ പറഞ്ഞു. ആണെങ്കിൽ കണക്കായിപ്പോയി. ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞു നിർത്താൻ. ഒരാളെ അപമാനിക്കുമ്പോൾ തിരിച്ചും ഇടയ്ക്ക് കിട്ടുന്നത് നല്ലതാ. നടന്നു പോകുന്ന അരവിന്ദനെ ഒന്ന് നോക്കി ശ്രേയയോട് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മായ ജോലികൾ ചെയ്യാനായി തുടങ്ങി. അതൊന്നു നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് ദൂരേക്ക് നടന്നു പോകുന്ന അരവിന്ദനെ ദേഷ്യത്തിലൊന്ന് നോക്കാനും ശ്രേയ മറന്നില്ല.